ഹേയ്, ആം യുവൻ്റെ ഫയർ ഡയറി. ഇപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം എനിക്ക് മിഡ് ടേം എക്സാം നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ടൈം കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. കാരണം എനിക്ക് എൻ്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാനൊരു പാർട്ട് ടൈം പോലെയാണ് ഇപ്പോൾ യൂട്യൂബ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നവംബർ മാസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ആ മന്തിൽ എങ്ങനെയൊക്കെ കൃത്യമായിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാം, ഒരു മന്ത്ലി പ്ലാനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീക്ക്ലി പ്ലാൻ ഓൾറെഡി ചെയ്തു വെച്ചതാണ്. അപ്പോൾ അതിന് പുറമെ ഒരു മന്ത്ലി പ്ലാൻ, അതിൻ്റെ ഇടയിൽ കൂടി വീക്ക്ലി പ്ലാൻ പാടെ നടക്കുമ്പോഴാണ് കൃത്യമായിട്ടും സ്റ്റഡി ഫോളോ ചെയ്യാൻ പറ്റുക. ഞാനിനി ഡെയിലി ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 days ചലഞ്ചസ് ഇടാൻ പോകുന്നുണ്ട്. കാരണം 7 day എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. എന്നാൽ നെക്സ്റ്റ് വീക്കും നിങ്ങൾക്ക് അതേപോലെ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെ പറ്റിയുള്ളതാണ് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോ. ഇനി മിസ്സാക്കാതെ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആ മന്ത് തുടങ്ങുന്നതിൻ്റെ ഒരു 7 days അല്ലെങ്കിൽ ഒരു 4 days മുന്നേ തന്നെ നമ്മളെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വെക്കാം. ഈ മന്ത് എന്തൊക്കെയാണ് പഠിക്കണം. ഇപ്പോൾ ക്രിസ്മസ് എക്സാം വരാൻ പോവുകയാണ് ഡിസംബറിൽ. അതിന് മുന്നേ എത്ര ചാപ്റ്റേഴ്സ് പോർഷൻസ് കവറാക്കാണ്ട്, അതേപോലെ തന്നെ കഴിഞ്ഞ വിഷയം, അതായത് ഓണം എക്സാമിന് കഴിഞ്ഞ എത്രത്തോളം വിഷയം റിവിഷൻ ചെയ്ത് വെക്കാണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു മന്ത്ലി പ്ലാൻ തയ്യാറാക്കാം. ആ മന്ത്ലി പ്ലാൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്രത്തോളം പോർഷനാണ് കവർ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാനുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് പാഠങ്ങൾ ഇപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ അനലൈസ് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടോ, നിങ്ങൾ എഴുതിണ്ടാക്കിയ നോട്ട്സ് ഉണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കാതിരിക്കുന്നതിൻ്റെ മുമ്പ്, അതായത് ഇപ്പോൾ പഠിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ആ ചാപ്റ്ററിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല, പക്ഷേ അതിൽ ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ടിരുന്ന് പഠിക്കാം. ഇപ്പോൾ എല്ലാ കുട്ടികളും ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാഠം പഠിച്ച് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ നോക്കുകയാണ്. അത് വേണം, അത് വേണ്ട എന്നല്ല. അതിന് മുമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ഭാഗമാണ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഇന്ന ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല എന്നുള്ള ഐഡിയ ഉണ്ട്. അതിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഒരു മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 weeks, ഏറിപ്പോയൊരു ദിവസം പാട് ഏറിയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 4 ആഴ്ചയുണ്ട്. ആ 4 ആഴ്ച നന്നായിട്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊല്ലം തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അപ്പോൾ നമ്മൾ മോർണിംഗ് റൂട്ടീൻ ചെയ്തിട്ടുണ്ട്, വീക്ക്ലി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ മന്ത്ലി ആണെങ്കിൽ ആ 4 week നമുക്ക് ഏത് വരെ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. ഇപ്പോൾ ക്രിസ്മസ് എക്സാമിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അപ് ടു 8 chapter വരെയൊക്കെ എല്ലാ വിഷയത്തിലും ഉണ്ടാവുക. അപ്പോൾ ആ മന്ത് ആ ഒരു വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 chapters വെച്ച് എല്ലാ പാഠത്തെയും കംപ്ലീറ്റ് ആക്കുക, റിവിഷൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അതേപോലെ പഠിക്കുമ്പോൾ എപ്പോഴും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എഴുതി പഠിക്കുക. ഒരു സ്റ്റിക്കി നോട്ടിലൊക്കെ നമ്മളിപ്പോൾ ഡയഗ്രാംസൊക്കെ നിങ്ങൾ സ്റ്റിക്കി നോട്ടിൽ വരച്ചിടുക. അത് എക്സാമിൻ്റെ മുന്നേ നിങ്ങളൊന്ന് മറിച്ച് നോക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് ഏറ്റവും ഡീപ്പായിട്ട് പറയുന്ന കാര്യം, ഒരിക്കലും കോപ്പി അടിക്കാൻ നോക്കരുത്. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോണ എക്സാം, ക്രിസ്മസ് എക്സാം, മിഡ് ടേം ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഇൻവിജിലേറ്റേഴ്സിൻ്റെ മുന്നിൽ ഭയങ്കര ഈസി ആയിട്ട് പോകും. ബട്ട് അത് നമ്മൾ ഫൈനൽ എക്സാം, അപ്പോൾ 10th കുട്ടികൾക്കാണെങ്കിൽ പബ്ലിക്, +1 +2 അതേപോലെ തന്നെ പബ്ലിക്കാണ്. അപ്പോൾ ഇൻവിജിലേറ്റേഴ്സിൻ്റെ മുന്നിൽ അത് പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ കംപ്ലീറ്റ് ആ വിഷയം ഫെയിലായി എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ 10 കഴിഞ്ഞ കുട്ടികളെ വേണമെങ്കിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും, 10th ക്ലാസ്സിൽ കോപ്പിയുടെ ഒന്നും സീനില്ല. പക്ഷേ ഞങ്ങൾ 10th ക്ലാസ്സിൽ എക്സാം എഴുതിയ സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു കോപ്പി അടിക്കേണ്ടതെന്ന്. കാരണം നിങ്ങൾ ഫൈനൽ എക്സാമിന് എന്ത് കോപ്പി എഴുതാനാണ്? എല്ലാ ചാപ്റ്റേഴ്സും ഡീപ്പായിട്ട് വരുന്ന ഒരു എക്സാമാണ് ഫൈനൽ. എല്ലാതും അപ്പോൾ നിങ്ങൾ ആ കൊല്ലം എന്താണ് പഠിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ റിവ്യൂ ആണ് ഫൈനൽ എക്സാമിൽ എത്ര മാർക്ക് ഉണ്ട്, ഇല്ലെങ്കിൽ എത്ര % ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് വൃത്തിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എല്ലാ കൊല്ലവും അത് യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് നിങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, 8th ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ശീലം മാറ്റി വെക്കുക. കാരണം അത് ഭയങ്കര മോശമാണ്. നമ്മൾ ഏറ്റവും വലിയ മോശം എന്ന് പറയുന്ന സാധനം അത് തന്നെ ആയിരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് മന്ത്ലി പ്ലാനിനെ പറ്റി ഒരു ഇൻട്രോ തരാൻ മാത്രമാണ്. ഇപ്പോൾ അടുത്ത ദിവസം മുതൽ 7 days, ഒരു വീക്ക്, ഇപ്പോൾ ഈ തിങ്കൾ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു വീക്കിൽ നമുക്ക് 7 day ചലഞ്ച് വെക്കണം. ഓരോ ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നിങ്ങളെ മുന്നിലേക്ക് ഇതേപോലെ പ്രസൻറ്റ് ചെയ്ത് തരും. നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ച് നോക്കാം. ആദ്യം നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശീലമായി വരും. ഓക്കെ, അത് നിങ്ങളെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഏത് ക്ലാസ്സിലെ കുട്ടികളാണ് നമ്മളെ വീഡിയോസ് മോസ്റ്റ് ഓഫ് ആൾ കാണുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞ്
പറയുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.